എല്ലാവർക്കും നമസ്കാരം. MPSCയുടെ ഒരു പുതിയ വീഡിയോ ആണ്. നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല, ഓരോരോ കാരണങ്ങളായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന അല്ലേ. നമുക്കറിയാം ഏതൊരു ഭരണഘടനയും പിന്നെ ഉത്ഭവിക്കുന്നതും അതിൻ്റേതായ ഓരോ കാരണങ്ങളുണ്ടാവും. അതിന് എന്താ പറയുക, ബേസ് ഉണ്ടാവും, എങ്ങനെയായിരുന്നു ഉത്ഭവം. അപ്പോൾ നമുക്ക് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ട് ചെറിയൊരു പോയിൻറ്റ്സ് കണക്ട് ചെയ്തിട്ട് പഠിക്കാൻ നോക്കാം കേട്ടോ. നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ ICA ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിയമനിർമ്മാണ സഭ നിലവിൽ വരുന്ന ദിവസമാണ് 1946 ഡിസംബർ 6. ഈ 1946 ഡിസംബർ 6-നാണ് ഇന്ത്യൻ ഭരണഘടന നിയമനിർമ്മാണ സഭ രൂപീകൃതമാകുന്നത്. ഈ ഡിസംബർ 6 എന്ന് പറഞ്ഞപ്പോഴാണ്. ഡിസംബർ 5-ൻ്റെ പ്രത്യേകത നമുക്കറിയാലോ. ഡിസംബർ 5-നാണ് സോയിൽ ഡേ അല്ലെങ്കിൽ മണ്ണ് ദിനം. UN ആണ് അങ്ങനെ ഒരു അന്താരാഷ്ട്ര ദിനമായിട്ട് പ്രഖ്യാപിച്ചത് ഡിസംബർ 5-നാണ്. ഡിസംബർ 6 പറഞ്ഞു. ഡിസംബർ 6 1946 ഡിസംബർ 6-നാണ് എന്താ പറയുക ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുന്നത്. അപ്പോൾ ഡിസംബർ 5 പറഞ്ഞു മണ്ണ് സംരക്ഷണ ദിനം. അപ്പോൾ ഡിസംബർ 1 കൂടെ പറഞ്ഞൂടെ, 6ഉം 5ഉം കുറച്ച് 1 കിട്ടുക. ഡിസംബർ 1-നാണ് ലോക എയ്ഡ്സ് ദിനം. നമുക്കറിയാം എയ്ഡ്സിൻ്റെ ഫുൾ ഫോം അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ്. അപ്പോൾ നമ്മളിത് പറയാനുണ്ടായ കാരണം 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായ വർഷം അത് പറഞ്ഞപ്പോഴാണ്. ഡിസംബർ 6 1946 ഡിസംബർ 6-നാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. അതുകൊണ്ട് ഡിസംബർ 5 പറഞ്ഞു. ഡിസംബർ 5-ആണ് മണ്ണ് ദിനം. പിന്നെ ഡിസംബർ 1 പറഞ്ഞു. ഡിസംബർ 1-നാണ് ലോക എയ്ഡ്സ് ദിനം അല്ലേ. അപ്പോൾ ഇത് മൂന്നും നമുക്ക് കണക്ട് ചെയ്തിട്ട് ഓർക്കാൻ പറ്റും. ഓക്കെ അല്ലേ. അതുപോലെ അതിനോടനുബന്ധിച്ച് പറയാവുന്നൊരു പോയിൻ്റാണ് 1946 ഡിസംബർ 9-നാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ താൽക്കാലിക അധ്യക്ഷനായിട്ട് നിയമിച്ചുകൊണ്ടുള്ള ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത്. ഈ 1946 ഡിസംബർ 9-നാണ് എന്താ പറയുക ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായിട്ട് സമ്മേളിക്കുന്നത്. ഒരു സമ്മേളനമാകുമ്പോൾ അതിന് താൽക്കാലികമായിട്ടൊരു അധ്യക്ഷൻ വേണമല്ലോ. നമുക്ക് പെട്ടെന്ന് ഒരു സ്ഥിര അധ്യക്ഷനെ എന്താ പറയുക എടുക്കാൻ പറ്റില്ല. അപ്പോൾ താൽക്കാലികമായിട്ട് ഒരു അധ്യക്ഷനെ നിയമിച്ചു. അതാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. 1946 ഡിസംബർ 9 കേട്ടോ. അപ്പോൾ 6 പറഞ്ഞു, 9 പറഞ്ഞു. ഈ 6ഉം 9ഉം ഓർത്തിരിക്കണം കേട്ടോ. പിന്നെ നമ്മൾ 5ഉം പറഞ്ഞിട്ടുണ്ട്, 1ഉം പറഞ്ഞിട്ടുണ്ട്. ഡിസംബറിലാണ് ഇതൊക്കെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഡിസംബർ 6, 9. അപ്പോൾ ഡിസംബർ 9-ന് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ താൽക്കാലിക അധ്യക്ഷനായി നിയമിച്ചുകൊണ്ടുള്ള ഭരണഘടന ആദ്യത്തെ സമ്മേളനം നിയമനിർമ്മാണ സഭ നടത്തി. പിന്നെ 6, 9 അത് കഴിഞ്ഞാൽ 11-ആണ് കേട്ടോ. ഈ 6, 9, 11. 9 കഴിഞ്ഞാൽ പിന്നെ 10 അല്ലേ. 10-ന് എല്ലാവരും കൂടെ എന്താക്കി ഒന്ന് വിശ്രമിച്ച് 11-ാം തീയതി അടുത്ത സ്ഥിരം അധ്യക്ഷനായിട്ട് 1946 ഡിസംബർ 11-ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായി നിയമിച്ചുകൊണ്ടുള്ള ഭരണഘടനാ നിർമ്മാണ സഭ എന്താ പറയുക സമ്മേളിക്കുകയാണ്. അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കാമല്ലോ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക അധ്യക്ഷൻ ആരാ? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ആദ്യ സമ്മേളനത്തിലെ ആദ്യ അധ്യക്ഷനാരാ? അതും ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. അപ്പോൾ രണ്ടാമത് ഡിസംബർ 11-ന് നടക്കുന്ന സമ്മേളനം അതിൽ സ്ഥിരം അധ്യക്ഷനായി നിയമിച്ചത് ആരെയാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ്. നമുക്കറിയാം ബീഹാർ ഗാന്ധിയാണ് ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി കൂടിയാണ് ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ചമ്പാരൻ അറ്റ് സത്യാഗ്രഹ എന്ന കൃതിയുടെ കർത്താവ് കൂടിയാണ് ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അദ്ദേഹത്തെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് നിയമിക്കുന്നത്. നമുക്കറിയാം സ്ഥിരം അധ്യക്ഷൻ അല്ലെങ്കിൽ എന്താ പറയുക പെർമനൻറ്റ് അധ്യക്ഷനായി നിയമിക്കുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ് ഡിസംബർ 11-ന്. അപ്പോൾ ഡിസംബർ 13-ന് ഒരു പ്രത്യേകതയുണ്ട്. ഡിസംബർ 11 കഴിഞ്ഞാൽ ഡിസംബർ 12-ന് ഒരു ബ്രേക്ക് എടുത്തു. അപ്പോൾ ഡിസംബർ 13-ആണ് അടുത്ത ദിവസം. ഡിസംബർ 13-നാണ് ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ഡോക്ടർ ജവഹർലാൽ നെഹ്റു. 1964 മെയ് 17-നാണ് അദ്ദേഹം അന്തരിക്കുന്നത്. ഈ 1964 മെയ് 17-ന് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഈ ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. ഇന്ത്യയുടെ ആദ്യത്തെ വിദേശകാര്യമന്ത്രി എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഡോക്ടർ നെഹ്റു ആണ് ആൻസർ വരുന്നത് കേട്ടോ. ചില ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട് ഇന്ത്യയുടെ ആദ്യത്തെ വിദേശകാര്യമന്ത്രി എന്നൊരു ക്വസ്റ്റ്യൻ, അതിലും ജവഹർലാൽ നെഹ്റു ആണ് ആൻസർ. നമുക്കറിയാം ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പി എന്നുകൂടി അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ജവഹർലാൽ നെഹ്റു. അപ്പം നമ്മൾ നെഹ്റുവിനെ പറയാനുണ്ടായ സന്ദർഭം ഇവിടെ 1946 ഡിസംബർ 13-നാണ് ലക്ഷ്യപ്രമേയം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ നെഹ്റു അവതരിപ്പിക്കുന്നത്. ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ് പിന്നീട് ആമുഖമായിട്ട് മാറുന്നത്. നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയുടെ ഒഴിച്ചുകൂടാനാവാത്തൊരു അവിഭാജ്യ ഘടകമാണ് ആമുഖം അല്ലേ. ഈ ആമുഖം
അതിൻ്റെ ഒരു ഉൽപ്പത്തി നെഹ്റു അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ്. അത് 1946 ഡിസംബർ 13-നാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഡേറ്റ് പറഞ്ഞു അല്ലേ. 1946 ഡിസംബർ 6-നാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത്. 1946 ഡിസംബർ 9-നാണ് ഭരണഘടനയുടെ ആദ്യ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം. അതിൽ താൽക്കാലിക അധ്യക്ഷനായിട്ട് ആര് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ അപ്പോയിൻ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഡിസംബർ 9 കഴിഞ്ഞ് ഡിസംബർ 11-ന് സ്ഥിരം അധ്യക്ഷനായിട്ട് ആരെയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ബീഹാർ ഗാന്ധി, ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി എന്നീ വിശേഷണങ്ങളുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ നിയമിക്കുന്നു. അത് കഴിഞ്ഞ് ഡിസംബർ 11 കഴിഞ്ഞ് ഡിസംബർ 12 നമ്മൾ പറഞ്ഞു വിശ്രമിക്കാൻ പോയി. ഡിസംബർ 13-ന് അവർ ഒത്തുചേർന്നിട്ട് ഡിസംബർ 13-ന് നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചു. നമുക്കറിയാം ഒരുപാട് സെഷൻ ചേർന്നതാണ്. അങ്ങനെയെങ്കിൽ ഒരുപാട് സെഷൻ വേദിയായിട്ടാണ് ഈ ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഡിസംബർ 6 മുതൽ 23 വരെയാണ് ആദ്യ സെഷൻ നടന്നത്. ഡിസംബർ 6 മുതൽ 23 വരെയാണ് ആദ്യ സമ്മേളനത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഡിസംബർ 6 മുതൽ 23 വരെ. പിന്നെ പറഞ്ഞു ഡിസംബർ 5-ന് മണ്ണ് ദിനമാണ്, ഡിസംബർ 1-ന് എയ്ഡ്സ് ദിനമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.